അവൻ നിങ്ങളെക്കുറിച്ച് നിർത്താതെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്ന 9 തെളിയിക്കപ്പെട്ട വഴികൾ. ചില സ്ത്രീകൾ എന്തുകൊണ്ടാണ് മറക്കാനാവാത്തവരാകുന്നതെന്നും മറ്റുള്ളവർ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോകുന്നതെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ അവളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? എന്താണ് അവളുടെ രഹസ്യം? ഈ അവസാനിക്കാത്ത ഊഹക്കളി കളിച്ച് മടുത്തുവെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. ഒരു പുരുഷൻ്റെ മനസ്സ് കീഴടക്കുന്നത് ഭാഗ്യമോ യാദൃശ്ചികമോ അല്ല. അത് തന്ത്രവും ആത്മാർത്ഥതയും കുറച്ച് കളിയായ മാന്ത്രികതയും ചേർന്നതാണ്. മറക്കാനാകാത്ത സ്ത്രീയാകാൻ സത്യം പറഞ്ഞാൽ മിക്ക സ്ത്രീകളും അമിതമായി നൽകുന്നതിൻ്റെയും അമിതമായി ചിന്തിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അമിതമായി ശ്രമിക്കുന്നതിൻ്റെയും കെണിയിൽ അകപ്പെടുന്നു. പക്ഷേ ഇതല്ല ഒരു പുരുഷൻ്റെ ചിന്തകൾ കീഴടക്കാനുള്ള വഴി. വാസ്തവത്തിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അതാകന്നു പോകും. നിരാശാജനകമായി തോന്നുന്നുണ്ടോ? എന്നാൽ ഒരു പുരുഷനെ നിങ്ങൾ അധികം പ്രയത്നിക്കാതെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാനും അവൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങളിലേക്ക് തിരികെ എത്താനും ഒരു മികച്ച വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? ഇത് പുരുഷന്മാരെ സ്വാധീനിക്കാനുള്ള കളികളെക്കുറിച്ചല്ല, മറിച്ച് സ്വാഭാവികമായും ഒരു പുരുഷൻ്റെ മനസ്സിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും അവിടെ നിലനിർത്തുകയും ചെയ്യുന്നതെന്താണെന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളെ മറക്കാനാവാത്തവളും ആകർഷകവും അവൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കാത്തവളുമാക്കുന്ന 9 തെളിയിക്കപ്പെട്ട വഴികളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ പോവുകയാണ്. ഈ വഴികൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന ശാന്തവും ആത്മവിശ്വാസമുള്ളതും അതിരുകടന്ന് ആകർഷകവുമായ ഒരു വ്യക്തിയായി മാറും. രഹസ്യങ്ങൾ കണ്ടെത്താൻ തയ്യാറാണോ? നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. 1-ാം ഘട്ടം: ആകാംക്ഷ ജനിപ്പിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ ശരിക്കും ആകർഷിച്ച ഒരാളെ നിങ്ങൾ അവസാനമായി കണ്ടുമുട്ടിയത് എന്നാണ്? ആരാണവർ? എന്താണ് അവരുടെ കഥ? ഇനി നിങ്ങൾക്ക് ആ സ്ത്രീയാകാൻ കഴിയുമെന്ന് സങ്കല്പിക്കുക. ആരാണവർ? എന്താണ് അവരുടെ കഥ എന്നറിയാൻ അവനെ കൊതിപ്പിക്കുന്ന ഒരാൾ. സത്യം പറഞ്ഞാൽ പുരുഷന്മാർ പിന്തുടരാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ചെറിയ രഹസ്യം പോലെ അവരുടെ ആകാംക്ഷ ഉണർത്തുന്ന മറ്റൊന്നുമില്ല. ഇവിടെയാണ് മിക്ക സ്ത്രീകളും തെറ്റ് ചെയ്യുന്നത്. അവർ തങ്ങളുടെ എല്ലാ വിവരങ്ങളും വളരെ വേഗം വെളിപ്പെടുത്തുന്നു. തങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അടുപ്പം സ്ഥാപിക്കാനും സ്വയം തെളിയിക്കാനുമുള്ള ഒരു പ്രേരണ അവർക്കുണ്ടാകുന്നു. തുറന്നു പറയുന്നത് ഒരു നല്ല ഗുണമാണെങ്കിലും ഒരു പുരുഷൻ്റെ ഭാവനയെ ഉണർത്തുന്നത് ഇതല്ല. ആകർഷകമായ രഹസ്യം. എന്താണ് ആകർഷകമാക്കുന്നത്? സംയമനം. അവനെ കൂടുതൽ ആഗ്രഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്ര മാത്രം വെളിപ്പെടുത്തുന്ന ഒരു കല. ഇതൊന്ന് സങ്കല്പിക്കുക. നിങ്ങളൊരു ഡേറ്റിന് പോവുകയാണ്. അവൻ നിങ്ങളുടെ വാരാന്ത്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്യുന്നതിനു പകരം നിങ്ങൾ രസകരവും ആകർഷകവുമായ ഒരു മറുപടി നൽകുന്നു. ഓ, കുറച്ച് രസകരമായതും അപ്രതീക്ഷിതവുമായ ചില കാര്യങ്ങൾ. നിങ്ങളുടേത് എങ്ങനെയായിരുന്നു? നിങ്ങൾ അവൻ്റെ മനസ്സിൽ ഒരു വിത്ത് പാകി. നിങ്ങൾ എന്താണ് ചെയ്തതെന്നും ആരുടെ കൂടെയായിരുന്നെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ പൂർണ്ണമായ ചിത്രം നൽകാത്തതെന്നും അവൻ സങ്കല്പിക്കുകയാണ്. നിങ്ങൾ ആകാംക്ഷ സൃഷ്ടിച്ചു. ഇപ്പോൾ അവൻ കുടുങ്ങി. പക്ഷേ അവിടെ നിർത്തരുത്. രഹസ്യം വാക്കുകളിൽ മാത്രമല്ല, നിങ്ങൾ സ്വയം എങ്ങനെയാണ് നിലനിർത്തുന്നത് എന്നതിലുമുണ്ട്. നിങ്ങൾ അപ്രവചനീയയാണോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ലോകമുണ്ടോ? സ്വന്തം ഹോബികളും അവനെ ചുറ്റിപ്പറ്റിയല്ലാത്ത ഒരു ജീവിതവും നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ നിരന്തരം വളരുകയും മാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ജീവനുള്ള ഒരു പ്രഹേളികയായി മാറുന്നു. വിശ്വസിക്കൂ, ഇതിനേക്കാൾ ആകർഷകമായ മറ്റൊന്നുമില്ല. ആത്മവിശ്വാസത്തോടെയുള്ള രഹസ്യം. ഇനി ഈ ആശയം കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയാലോ? നിങ്ങളുടെ രഹസ്യത്തെ ആത്മവിശ്വാസവുമായി ബന്ധിപ്പിച്ചാലോ? തൻ്റെ വിലയറിയുന്ന, സ്വയം തെളിയിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സ്ത്രീ സ്വാഭാവികമായും ശ്രദ്ധ ആകർഷിക്കുന്നു. അവൾ ശാന്തവും കുലുങ്ങാത്തതും നിഷേധിക്കാനാവാത്ത വിധം ആകർഷകവുമാണ്. പുരുഷന്മാർ ഈ ഊർജത്തോട് ആകർഷിക്കപ്പെടുന്നു, കാരണം ഇത് അവരെ വെല്ലുവിളിക്കുന്നു. ലഭിക്കാൻ പ്രയാസമായി കളിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ശരിക്കും മറക്കാൻ പ്രയാസമുള്ള ഒരാളായിരിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെ നടപ്പിലാക്കും? പതിയെ പിൻവാങ്ങാൻ തുടങ്ങുക. ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കാൻ. പങ്കുവെച്ച അനുഭവങ്ങളിലൂടെ
ഒരു ദീർഘബന്ധം കെട്ടിപ്പടുക്കാം. ഒരാളുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കപ്പെടാൻ സഹായിക്കുന്ന മറക്കാനാവാത്ത നിമിഷങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? ഇത് വളരെ ലളിതമാണ്. അർത്ഥവത്തായ പങ്കുവച്ച അനുഭവങ്ങളിലൂടെ. നിങ്ങൾ അവസാനമായി ഒരാളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടത് എപ്പോഴായിരുന്നു എന്ന് ഓർത്തു നോക്കൂ. ഒരു സാധാരണ സംഭാഷണത്തിലായിരുന്നോ അത്? അതോ ഒരുമിച്ചുള്ള ചിരിയുടെ, സാഹസികതയുടെ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം മനസ്സ് തുറന്ന ഏതെങ്കിലും നിമിഷത്തിലായിരുന്നോ? രണ്ടാമത്തേതിനായിരിക്കും സാധ്യത കൂടുതൽ. പങ്കുവച്ച അനുഭവങ്ങൾ ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പശ പോലെയാണ്. ആ അനുഭവങ്ങൾ അർത്ഥവത്താണെങ്കിൽ അവ മറക്കാനാവാത്തതായി മാറും. നിങ്ങളുടെ മനസ്സിൽ അയാൾ എപ്പോഴും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശക്തവും പോസിറ്റീവുമായ ഓർമ്മകൾ ഒരുമിച്ച് സൃഷ്ടിക്കുന്നത് അത്യാവശ്യമാണ്. പുരുഷന്മാർ സ്വാഭാവികമായും കാഴ്ചശക്തിയെയും വികാരങ്ങളെയും ആശ്രയിക്കുന്നവരാണ്. അവർ എപ്പോഴും അത് പ്രകടിപ്പിച്ചെന്ന് വരില്ല, പക്ഷേ അവരുടെ ഓർമ്മകൾ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അർത്ഥവത്തായ ഒരു പങ്കുവച്ച അനുഭവം അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അയാളുടെ വികാരങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നത്. ചില പാട്ടുകളോ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ചില ഗന്ധങ്ങൾ പോലുമോ നമ്മളെ ഒരു പ്രത്യേക നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ അയാൾക്ക് അത്തരമൊരു നിമിഷമാകണം. മറക്കാനാവാത്ത അനുഭവങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം? ഇതൊന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ അടുത്ത ഡേറ്റിനായി നിങ്ങൾ അസാധാരണമായ എന്തെങ്കിലും നിർദ്ദേശിക്കുന്നു. സാധാരണ അത്താഴമോ സിനിമയോ എന്നതിലുപരി സൂര്യോദയത്തിൽ ഒരുമിച്ച് ഒരു സാഹസിക യാത്രയ്ക്കോ അല്ലെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ്സിലോ പോകാൻ നിങ്ങൾ അയാളെ ക്ഷണിക്കുന്നു. ഒരുമിച്ച് ഒരു പാചക വെല്ലുവിളി ഏറ്റെടുക്കുകയോ നിങ്ങളുടെ നഗരത്തിലെ ഒരു പ്രത്യേക സ്ഥലം കണ്ടുപിടിക്കുകയോ ചെയ്യാം. ഈ നിമിഷങ്ങൾ വെറും വിനോദമല്ല, നിലനിൽക്കുന്ന ഒരു മതിപ്പ് അവശേഷിപ്പിക്കുന്ന രീതിയിൽ ബന്ധം സ്ഥാപിക്കാനുള്ള അവസരങ്ങളാണവ. എന്തുകൊണ്ടാണ് ഇത് ഫലപ്രദമാകുന്നത്? ആളുകൾ പുതിയ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ അത് ആവേശവും അടുപ്പവും സൃഷ്ടിക്കുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ തെറ്റായി ആരോപിക്കപ്പെട്ട ഉത്തേജനം എന്ന് വിളിക്കുന്നു. അടിസ്ഥാനപരമായി അയാളുടെ മനസ്സ് ആ നിമിഷത്തിലെ ആവേശത്തെ നിങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു. ഇത് ഒരുതരം കെണിവലയല്ല, മറിച്ച് രസതന്ത്രമാണ്. നിങ്ങൾ ഒരു ഓർമ്മ കെട്ടിപ്പടുക്കുകയാണ്. അത് മനസ്സിലേക്ക് വരുമ്പോഴെല്ലാം അയാളുടെ ഹൃദയമിടിപ്പ് കൂട്ടും. കൂടുതൽ ആഴത്തിലുള്ള ബന്ധത്തിനായി പങ്കുവച്ച അനുഭവങ്ങൾ ആവേശകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമല്ല, പരസ്പരം പൂർണ്ണമായി സന്നിഹിതരായിരിക്കുക എന്നതാണ് പ്രധാനം. ശ്രദ്ധ വ്യതിചലിക്കുന്ന ഈ ലോകത്ത് ഒരാൾക്ക് നിങ്ങളുടെ അവിഭാജ്യമായ ശ്രദ്ധ നൽകുന്നത് അപൂർവവും അവിശ്വസനീയമാം വിധം ശക്തവുമാണ്. നിങ്ങൾ അവനുമായി യഥാർത്ഥത്തിൽ ഇടപഴകുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് ചിരിക്കുമ്പോൾ, ആഴത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, അവനെ കാണുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോൾ, അവന് അവനായിരിക്കാനും വിശ്വസിക്കാനുമുള്ള ഒരിടം നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. അത് മറക്കാനാവാത്തതാണ്. വിശ്വസിക്കൂ. ഒരു രഹസ്യ സൂചന ഇതാ. ദുർബലതയുടെ ശക്തിയെ കുറച്ചു കാണരുത്. നിങ്ങളുടെ പ്രതിരോധം മാറ്റിവെച്ച് നിങ്ങളുടെ യഥാർത്ഥ സ്വയം പങ്കിടാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ അതുപോലെ ചെയ്യാനായി നിങ്ങൾ അയാളെ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മയെക്കുറിച്ച് നിങ്ങൾ മനസ്സ് തുറക്കുന്ന ശാന്തമായ നിമിഷമാകാം. അല്ലെങ്കിൽ ഒരു മണ്ടത്തരം പറഞ്ഞ് ഒരുമിച്ച് ചിരിക്കുന്ന നിമിഷമാകാം. പങ്കുവെച്ച മാനുഷികതയുടെ ഈ നിമിഷങ്ങൾ അടുപ്പം സൃഷ്ടിക്കുന്നു. ആ അടുപ്പം നിങ്ങളെ അയാളുടെ മനസ്സിൽ നിലനിർത്തുന്നു. സ്ഥിരതയും സ്വയംഭരണവും. സ്ഥിരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു മറക്കാനാവാത്ത നിമിഷം മികച്ചതാണ്, പക്ഷേ അർത്ഥവത്തായ അനുഭവങ്ങളുടെ ഒരു പരമ്പര നിലനിൽക്കുന്ന ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നു. ഇതൊരു ചിത്രത്തയ്യൽ പോലെയാണ്. ഓരോ പങ്കുവെച്ച നിമിഷവും ഒരു നൂലാണ്. കാലക്രമേണ അവ നിങ്ങൾ അയാൾക്ക് നൽകുന്ന മനോഹരമായ ഒരു ചിത്രം രൂപപ്പെടുത്തുന്നു. പ്രഭാത കാപ്പി കുടിക്കൽ പോലുള്ള ചെറിയ ആചാരങ്ങളോ അല്ലെങ്കിൽ ഒരു വാരാന്ത്യ റോഡ് ട്രിപ്പ് പോലുള്ള വലിയ സാഹസികതകളോ ആകട്ടെ, ക്ഷണികമായ ആകർഷണത്തെ കൂടുതൽ ആഴമുള്ള ഒന്നാക്കി മാറ്റുന്നത് സ്ഥിരതയാണ്. എന്നാൽ ഞാൻ അയാൾക്ക് ഒരു സാധാരണക്കാരിയായി പോകുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. രഹസ്യമിതാ. കാര്യങ്ങൾ സന്തുലിതമാക്കുക. നിങ്ങൾ ഒരുമിച്ച് ഓർമ്മകൾ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതവും അഭിനിവേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കുക.
ഇത് സ്റ്റോയിസിസം എന്ന ചിന്താരീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എൻ്റെ ലോകം പങ്കിടുമ്പോൾ തന്നെ സ്വാതന്ത്ര്യം സ്വീകരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരുതരം കാന്തിക ശക്തിയുണ്ട്. അയാളുടെ ജീവിതം നിറയ്ക്കുക മാത്രമല്ല, അത് മെച്ചപ്പെടുത്തുക കൂടി ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ യാത്രയുടെ ഭാഗമാകുന്നതിൽ അയാൾക്ക് സന്തോഷം തോന്നും. ഓർമ്മപ്പെടുത്തലുകൾ. ഒരു അത്ഭുതകരമായ പങ്കുവെച്ച അനുഭവത്തിന് ശേഷം അയാളുമായി ആ നിമിഷത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ അല്പം സമയം കണ്ടെത്തുക. ആ സൂര്യാസ്തമയം മനോഹരമായിരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സൃഷ്ടിച്ച സന്തോഷത്തെക്കുറിച്ചും അത് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നു. അവൻ്റെ മനസ്സിൽ ആ നിമിഷങ്ങളെ മായാതെ നിലനിർത്താനുള്ള ഒരു സൂക്ഷ്മമായ മാർഗമാണിത്. അത് നിങ്ങളെ മറക്കാൻ അവനെ അനുവദിക്കില്ല. ഇവിടെയാണ് മാന്ത്രികത സംഭവിക്കുന്നത്. നിങ്ങൾ മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാറ്റം ശ്രദ്ധിക്കാൻ തുടങ്ങും. അവൻ സന്തോഷത്തെയും ആവേശത്തെയും നിങ്ങളുമായി ബന്ധപ്പെടുത്താൻ തുടങ്ങും. അതുപോലെ നിങ്ങൾക്ക് അവനോടൊപ്പം ആശ്വാസമുണ്ടെങ്കിൽ ആഘോഷിക്കാനോ വിശ്രമിക്കാനോ എന്തെങ്കിലും കണ്ടെത്താനോ അവൻ ആഗ്രഹിക്കുമ്പോൾ ഓർമ്മിക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും. നിങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, അതിൻ്റെ ഒരു പ്രധാന ആകർഷണമായിരിക്കും. ഇപ്പോൾ ഞാനൊരു നിമിഷം നിങ്ങൾ പ്രചോദിതനാണോ എന്ന് ചോദിക്കട്ടെ. ഈ ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തും താഴെ കമൻ്റ് ചെയ്തും നിങ്ങളുടെ ഇഷ്ടം പ്രകടിപ്പിക്കുക. നിങ്ങളെക്കുറിച്ച് അവൻ നിരന്തരം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അവിസ്മരണീയമായ നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് എന്നെ അറിയിക്കുക. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഏറ്റവും ആകർഷകമായ വ്യക്തിത്വമായി മാറുന്ന ഈ യാത്രയിൽ ഒരു ചുവടും തെറ്റാതിരിക്കാൻ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ വെല്ലുവിളി നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ ആഴ്ച നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പങ്കിട്ട അനുഭവം എന്താണ്? അത് ആഡംബരമുള്ളതാകണമെന്നില്ല, എന്നാൽ അർത്ഥവത്തായതോ തമാശയുള്ളതോ പുതിയതോ ആയ എന്തെങ്കിലും മതി. ആ ചുവട് വയ്ക്കുക. അവൻ നിങ്ങളെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക. ഓർക്കുക, ജീവിതം നാം സൃഷ്ടിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ചാണ്. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പങ്കിടുന്ന ഓർമ്മകളെക്കുറിച്ചാണ്. നിങ്ങൾ അവൻ്റെ ജീവിതത്തിലെ ആ നിമിഷങ്ങൾ പങ്കിടുന്ന സ്ത്രീയായി മാറുമ്പോൾ നിങ്ങൾ അവൻ്റെ ജീവിതത്തിലെ വെറും ഒരു വ്യക്തിയല്ലെന്നും അവന് നിർത്താതെ ഓർക്കാൻ കഴിയുന്ന ഒരാളാണെന്നും നിങ്ങൾ മനസ്സിലാക്കും. അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണോ? മൂന്നാമതായി, ശാരീരിക സ്പർശനത്തിൻ്റെ ശക്തി ഉപയോഗിക്കുക. ഒരു നിമിഷം കണ്ണടച്ച് ഇതൊന്ന് സങ്കല്പിക്കുക. ഒരാൾ നിങ്ങൾക്ക് ഒരു കപ്പ് കാപ്പി നൽകുമ്പോൾ അവരുടെ കൈ നിങ്ങളുടെ കയ്യിൽ പതിയെ തട്ടുന്നു. അതൊരു ലളിതമായ സ്പർശനമാണ്, എന്നാൽ അത് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു ചെറിയ വൈദ്യുതാഘാതം പോലെ കടന്നു പോകുന്നു, നിങ്ങളെ അമ്പരപ്പിക്കുന്നു. അതാണ് ശാരീരിക സ്പർശനത്തിൻ്റെ സൗന്ദര്യം. ആ നിമിഷം കഴിഞ്ഞാലും അത് മനസ്സിൽ തങ്ങി നിൽക്കും. അവനെ നിർത്താതെ നിങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ ശാരീരിക സ്പർശനം നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിൽ ഒന്നാണ്. ഇത് സൂക്ഷ്മവും അടുപ്പമുള്ളതും ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൽ അവിശ്വസനീയമാം വിധം ഫലപ്രദവുമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇത് അവനെ സ്നേഹം കൊണ്ട് മൂടുകയോ അതിരുകൾ ലംഘിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല. മാന്ത്രികത അടങ്ങിയിരിക്കുന്നത് ഉദ്ദേശിച്ചുള്ള സ്പർശനത്തിൻ്റെ കലയിലാണ്. ശ്രദ്ധ ആവശ്യമില്ലാതെ ഒരു മതിപ്പ് അവശേഷിപ്പിക്കുന്ന ഒരു ക്ഷണികമായ അർത്ഥവത്തായ ആംഗ്യം. ഇത് ഇത്രയധികം ഫലപ്രദമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ശാരീരിക സ്പർശനം ഓക്സിറ്റോസിൻ പുറത്തുവിടാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനെ സാധാരണയായി ബന്ധിപ്പിക്കുന്ന ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഏറ്റവും ചെറിയ സ്പർശനം പോലും വിശ്വാസം, ആശ്വാസം, ബന്ധം എന്നിവയുടെ വികാരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ശാരീരിക സ്പർശനം എല്ലായ്പ്പോഴും പ്രണയപരമാകണമെന്നില്ലെന്ന് മറക്കരുത്. ഒരു തമാശ പങ്കുവെച്ചതിനു ശേഷമുള്ള ഹൈഫൈ പോലെയോ അല്ലെങ്കിൽ കളിയാക്കുന്ന സമയത്തെ ഒരു ചെറിയ കുത്തുപോലെയോ ഉള്ള സൗഹൃദപരമായ സ്പർശനങ്ങൾ അത്ര തന്നെ ഫലപ്രദമാണ്. അവ ഒരുതരം അടുപ്പവും സന്തോഷവും സൃഷ്ടിക്കുന്നു. അത് നിങ്ങളെ മറക്കാനാവാത്ത ഒരാളാക്കി മാറ്റും. ഈ നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് നല്ലൊരു അനുഭവമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നു. ഈ നിമിഷങ്ങളെ സ്വാഭാവികവും അനായാസവും കൃത്യമായി ഒത്തുചേർന്നതുമാക്കി മാറ്റുക എന്നതാണ് പ്രധാനം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക.
നിങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ അവൻ പറഞ്ഞ തമാശ കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പതിയെ തൊടുന്നത് സങ്കല്പിക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അടുത്തടുത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കാൽമുട്ടുകൾ ആകസ്മികമായി തമ്മിൽ തട്ടുന്നത്. ഈ നിമിഷങ്ങൾ അതിസൂക്ഷ്മമാണ്, പക്ഷേ അവ അവൻ്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരുതരം വൈദ്യുത ചാർജ് സൃഷ്ടിക്കുന്നു. അവൻ ഈ നിമിഷങ്ങൾ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അവൻ ശ്രദ്ധിച്ച അതേ തീപ്പൊരി നിങ്ങളും ശ്രദ്ധിച്ചോ എന്ന് അവൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാവുന്നു. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. അനായാസമായ സ്പർശങ്ങൾ, കൃത്യമായി ചെയ്ത സൂക്ഷ്മമായ ആംഗ്യങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ശക്തിയുണ്ട്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക, നെറ്റിയിൽ നിന്ന് മുടി ഒതുക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവൻ്റെ കൈ ആവശ്യമുള്ളതിനേക്കാൾ ഒരു നിമിഷം കൂടുതൽ നേരം പിടിക്കുക എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. ഈ പ്രവൃത്തികൾ ആത്മവിശ്വാസവും ഊഷ്മളതയും നൽകുന്നു. നിങ്ങൾ അടുത്തിടപഴകാൻ സുഖപ്രദമാണെന്ന് ഇത് കാണിക്കുന്നു. നിങ്ങൾ അവനെ ബുദ്ധിമുട്ടിക്കാതെ സ്വാഭാവികമായ സ്പർശങ്ങൾ എങ്ങനെ നൽകാമെന്ന് നോക്കാം. ഓരോ സാഹചര്യത്തിലും സ്പർശങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ അത് സ്വാഭാവികമായി തോന്നാം, മറ്റു ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായി തോന്നാം. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ സ്പർശനവും വളരെ ശ്രദ്ധയോടെ വേണം. നിങ്ങൾ തമാശ നിറഞ്ഞ സംഭാഷണങ്ങളിലാണെങ്കിൽ തോളിൽ ഒരു ചെറിയ തട്ട് ഉചിതമായിരിക്കും. അവൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പുറത്ത് ഒരു തലോടലോ കയ്യിൽ ഒരു ചെറു ഞെക്കലോ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇവിടെ ആംഗ്യം എന്നതിലുപരി ആ നിമിഷത്തിന് അത് എത്രത്തോളം അനുയോജ്യമാണ് എന്നതിലാണ് കാര്യം. ഇനി നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകാം. സ്പർശനം ഒരു തീപ്പൊരി ഉണ്ടാക്കുക മാത്രമല്ല, ഒരു വൈകാരിക ബന്ധം ദൃഢമാക്കുക കൂടിയാണ്. കാഷ്വലായതും എന്നാൽ കരുതിക്കൂട്ടി ചെയ്യുന്നതുമായ സ്പർശങ്ങൾ, കൃത്യമായ സ്ഥാനത്തുള്ള ആംഗ്യങ്ങൾ എന്നിവ കൂടുതൽ ശക്തമാണ്. ഓരോ സ്പർശനവും ഒരു ഓർമ്മയാകുന്നു, ഓരോ ഓർമ്മയും ഒരു ചിന്തയാകുന്നു, ഓരോ ചിന്തയും അവനെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ അവനോടൊപ്പമായിരിക്കുമ്പോൾ സ്പർശനത്തിൻ്റെ ശക്തിയെ കുറച്ചു കാണരുത്. അത് ഒരു ചെറിയ ക്ഷണികമായ ആംഗ്യമോ അല്ലെങ്കിൽ കൂടുതൽ ബോധപൂർവമായ ഒരു ബന്ധത്തിൻ്റെ നിമിഷമോ ആകട്ടെ, നിങ്ങളുടെ സ്പർശനം അവൻ്റെ ഹൃദയത്തിലും മനസ്സിലും ഒരു മുദ്ര പതിപ്പിക്കാൻ കഴിയും. അവൻ ആ വികാരങ്ങൾ അവനോടൊപ്പം കൊണ്ടുപോകും. നിങ്ങൾ മാത്രമാണ് അവൻ്റെ മനസ്സിൽ എന്ന് വരുന്നതുവരെ നിമിഷങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കും. ഏറ്റവും നല്ല ഭാഗം, ഇത് കൃത്രിമത്വത്തെക്കുറിച്ചോ തന്ത്രങ്ങളെക്കുറിച്ചോ അല്ല. ഇത് നിങ്ങളുടെ സ്നേഹം സ്വാഭാവികവും ആധികാരികവും അർത്ഥവത്തായതുമായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. അവൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക വ്യക്തിയാണെന്ന് വാക്കുകളില്ലാതെ അവനെ കാണിക്കുന്നതിനെക്കുറിച്ചാണ്. അത് അവൻ ഒരിക്കലും മറക്കില്ല. ഇതിനെ കൂടുതൽ ആഴത്തിലാക്കാൻ തയ്യാറാണ്. അവനെ നിർത്താതെ നിങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അടുത്ത അപ്രതിരോധ്യമായ വഴി കണ്ടെത്താൻ നമുക്ക് മുന്നോട്ട് പോകാം. ഓരോ ഘട്ടവും അവൻ നിങ്ങളെ ചെറുക്കാൻ കഴിയാത്തത്ര ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കുകയാണ്. എന്നോടൊപ്പം നിൽക്കുക, കാരണം ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചിട്ടേയുള്ളൂ.